ഇന്നലെ നമ്മള് മലയാളികള് കാത്തിരുന്ന ആ ഒരു നിമിഷമായിരുന്നു അല്ലെ. നമ്മുടെ റീച്ചോളിച്ചിയെ നമ്മുടെ കേരള പോലീസ് പൊക്കി. ഒന്നും പറയണ്ട, നമ്മുടെ കേരള പോലീസ് അങ്ങോട്ട് പൊക്കി. നമ്മളെല്ലാവരും സന്തോഷിച്ചതാണ്. പക്ഷെ ഈ ഒരു വിഷയത്തില് എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ച് അത് എന്റെ മാത്രം സംശയമായിരിക്കും എന്നുള്ളത്. പക്ഷെ കമറുദ്ദീനൊക്കെ കൂടെ അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്റെ സംശയവും ന്യായമായിരുന്നു എന്നുള്ളത്. ഇതേ സംശയം ഒരു പക്ഷെ നിങ്ങൾക്കും ഉണ്ടാവും. അത് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമറുദ്ദീനിക്കാന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കുക. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങൾക്കും തോന്നും ശരിയാണല്ലോ, ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആ കമറുദ്ദീനൊക്കെ പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം. തീർച്ചയായിട്ടും കേൾക്കുക, നിങ്ങൾ അഭിപ്രായം പങ്കുവെക്കുക. അതേപോലെ തന്നെ റീച്ചിന് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് ഒരുപാട് ആളുകൾ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഈ കാട്ടിക്കൂട്ടിയതും അതിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോ കമറുദ്ദീനിക്ക ഇതേപോലെ റീച്ചിന് വേണ്ടി, റീച്ച് വേണം എന്ന ആഗ്രഹമുള്ളവർക്ക് കമറുദ്ദീനിക്ക ഒരു ടിപ്പും അവസാനം പറയുന്നുണ്ട്. അതും പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് റീച്ചിന് വേണ്ടി താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് പരിഗണിക്കുക. എന്തായാലും കമറുദ്ദീനിക്കാന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇനി നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ സത്യസന്ധമായിട്ട് ആൻസർ പറയണം. ഈ റീച്ചോളിച്ചിക്ക് എന്ത് ശിക്ഷ കിട്ടണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ദീപകിന്റെ ആത്മഹത്യയ്ക്ക് കാരണക്കാരിയായ സൈബർ കൊലയാളിച്ചി ഷിഞ്ചിതയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. വളരെ 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 സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട പോലീസിനോട് രണ്ട് വാക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ല സാറേ, കേരളത്തിന്റെ ജനാധിപത്യ വിശ്വാസികളുടെ നികുതിപ്പണത്തിൽ ആയിരക്കണക്കിന് ജീപ്പുകൾ കേരളത്തിന്റെ സംസ്ഥാനങ്ങളുടെ 14 ജില്ലയ്ക്കകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്തിട്ട് പ്രൈവറ്റ് കാറുകൾ കൊണ്ട് ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ സാറേ? ഒരു സംശയം ചോദിക്കാൻ പാവം, ഞങ്ങൾ നിങ്ങൾക്ക് ശമ്പളം തരുന്ന ആളുകളാണ്, നികുതി കിട്ടുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് പോലീസ് ജീപ്പൊന്നും ഇല്ലേ? എല്ലാ പോലീസ് ജീപ്പും ഓയിൽ സർവീസിന് പോയ വർക്ക്ഷോപ്പിലേക്ക് എല്ലാ പോലീസ് ജീപ്പിനും ഓയിൽ സർവീസിന് അയച്ചിട്ട് പ്രൈവറ്റ് കാറിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത്. ഇവിടെ ആരാണ് ഈ ഷിഞ്ചിത പറഞ്ഞവൾ? ആരാണ്? ഞാൻ അറിയാതെ ചോദിക്കുകയാണ്. നോബൽ സമ്മാനം വാങ്ങിയ ജേതാവാണോ? ഒളിമ്പിക്സ് മെഡൽ വാങ്ങിയ ആളാണോ? ഓസ്കാർ വാങ്ങിയ ആളാണോ? അതോ രാജ്യത്തിന്റെ ഭാരതരത്നം വാങ്ങിയ ആളാണോ? കേരളത്തിന്റെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയിട്ടുണ്ടോ? ഇവിടെ എന്ത് കുറ്റമാണ് ചെയ്തത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ കുടുംബത്തിലാണ് ഒരുത്തൻ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും? ഇവിടെയൊക്കെ തെരുവീതികളിൽ വലിച്ച് ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം. പൊതുജനങ്ങൾ മൊത്തം കാണണം. ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. ഉള്ളത് ഓപ്പണായിട്ട് പറയും. അത് ആര് തെറ്റ് ചെയ്താലും, നമ്മൾ സ്വന്തം എന്റെ തന്ത തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയും. അതിന് മുകളിൽ നല്ല ഒരുത്തി അല്ല. ഇവിടെയൊക്കെ നിങ്ങൾ പ്രൈവറ്റ് കാറിൽ കൊണ്ടുപോയിട്ട് എന്തുണ്ടാക്കാനാണ്? പൊതുവേദികളിൽ നടത്തിക്കണം, ചങ്ങലക്കിട്ട് നടത്തിക്കണം. പോലീസ് ജീപ്പിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? അതിനാണല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് ജീപ്പ് വാങ്ങിച്ചത് അല്ലേ? ഞങ്ങളുടെ നികുതിപ്പണത്തിൽ നിങ്ങൾക്ക് ഇരുന്ന് നെളിഞ്ഞിരുന്ന് പോകാൻ ജീപ്പ് മാത്രം വാങ്ങിച്ചതല്ല, പ്രതികളെ കൊണ്ടുപോകാൻ, കൊലയാളികളെ കൊണ്ടുപോകാൻ, തെറ്റ് ചെയ്തവരെ കൊണ്ടുപോകാൻ, നിരപരാധികളെ കൊണ്ടുപോകാൻ. ഇതിനൊക്കെയാണ് ജീപ്പ്. ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇത്രത്തോളം അതപ്പൊതിച്ചോ ജീപ്പിൽ കയറ്റാതെ? ഇവിടെ ആരാണ്? ഇവിടെ എന്ത് പുണ്യമാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്? 5 വർഷം എന്തോ ഏതോ രാഷ്ട്രീയ പാർട്ടി മെമ്പറായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതെന്താവട്ടെ, അത് ഇവിടെ രാഷ്ട്രീയം പറയല്ല. ഇവിടെ ഒരു പുണ്യവതിയുമല്ല. ഇവിടെ ഒരു കുടുംബത്തിന്റെ അത്താണിയെ തകർത്തവളാണ്. ആ മാതാപിതാക്കളുടെ കരച്ചിൽ കേട്ടില്ല നിങ്ങൾ? ആ മാതാപിതാക്കളുടെ കരച്ചിൽ, ആ അമ്മ കരയുന്ന കരയില്, ആ അച്ഛൻ കരയുന്ന കരയില്, അത് കണ്ട് കേരളം ഒന്നടങ്കം കരഞ്ഞില്ലേ? ഇവൾക്ക് ഒരാളും സപ്പോർട്ടില്ല. ഇവളുടെ പിന്നിൽ ആരുമില്ല. പക്ഷേ ഇവളെ നിങ്ങൾ എത്ര സേഫ് ആക്കിയിട്ടാണ് പ്രൈവറ്റ് കാറിൽ കൊണ്ടുപോയത്? അതിനൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. കേരളത്തിൽ പോലീസ് ജീപ്പുണ്ട്, ആ ജീപ്പിലാണ് കൊണ്ടുപോകുന്നത്. ഇവളെ ഇപ്പൊ സംരക്ഷിക്കുന്ന പോലെയൊക്കെയാണ് തോന്നിയത്. എന്താവട്ടെ, 2 ആഴ്ച റിമാൻഡ് ചെയ്തല്ലോ, വളരെ സന്തോഷമുണ്ട്. കുറച്ച് അനുഭവിക്കട്ടെ. സ്വന്തം മലയുടെ കാരണം ജയിലിനകത്ത് പോയ രാജ്യത്തിലെ ഏക വ്യക്തി, ഏക വനിത അത് ഇവളായിരിക്കും. മിക്കവാറും PSC വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും PSC ഒക്കെ പഠിച്ചോളി, ചോദ്യോത്തരം വരും കേട്ടോ. അപ്പൊ ഇതൊന്നും ശരിയല്ല. ഇവളെയൊക്കെ ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം, പൊതുജന മധ്യത്തിൽ ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം. പിന്നെ കുറെ ആളുകൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുന്നേ പ്രതികരിച്ചപ്പോൾ, നിന്റെ വീട്ടിലും ഈ അവസ്ഥ വരും, ഒരു പെണ്ണിന്റെ അവസ്ഥ. എന്റെ വീട്ടിൽ എന്റെ പെണ്ണുങ്ങൾ നിങ്ങൾ ചെയ്യില്ല. എന്റെ വീട്ടിൽ എന്റെ പെങ്ങന്മാരോ ഭാര്യയോ പെൺമക്കളൊന്നും നിങ്ങൾ ഈ ജാതി മറ്റേ പണി ചെയ്യില്ല. ഒന്ന് നിനക്കും വരും, നീയും അനുഭവിക്കും. നീയും ഇതുപോലെ ഏതെങ്കിലും എന്താ പറയാ പോയി പെടും. ഒരു പടലുമില്ല. പടച്ചവനിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മനസ്സിലായില്ലേ? അനീതിയൊന്നും ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഈ ജാതി മറ്റേ പണി ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യൂല. ഇതെന്താ കേരളം നന്നായിട്ട് കണ്ടില്ലേ? അപ്പോ നിന്റെ വീട്ടിലൊക്കെ വരും, നിനക്ക് നാളെ ഭാവിയിൽ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റോളികൾ കമന്റ് ചെയ്യാണ്. എനിക്ക് അവരോട് പറയാനുള്ളൂ, നിന്റെ വീട്ടിലൊന്നും ഇതുപോലെ വരാതിരിക്കട്ടെ കേട്ടോ. ഒരു കുടുംബത്തിന്റെ അത്താണിയെ തകർത്തവളാണ്. ഒരു കുടുംബനാഥൻ, മാതാപിതാക്കളെയും കുടുംബത്തെയും സംരക്ഷിക്കുന്ന ഒരു നാഥനെയാണ് സൈബർ കൊലയാളിച്ച് കൊന്നത്. പീഡനം, ഹറാസ്മെന്റ്, ഇതിന് എന്തൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ ബഹുമാനപ്പെട്ട പോലീസിനോട് ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ അറസ്റ്റ് ചെയ്തൊക്കെ ശരിയാണ്. അവൾ ദുബായിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, അവസാനം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു കുടുംബക്കാരുടെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു. പോലീസ് ജീപ്പിലേക്ക് കൊണ്ടുപോകണം. ഇവിടെയൊക്കെ പബ്ലിക്കിൽ ചങ്ങലക്കിട്ട് കൊണ്ടുപോകണം. ഇവിടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പർദ്ദ കണ്ടില്ലല്ലോ, അതേ രസം. നീ പർദ്ദ അനുകൂലിക്കുന്നവര് പൊങ്ങേടാൻ വരണ്ട, ഉള്ളത് ഓപ്പണായിട്ട് അപ്പനാണെങ്കിൽ പറയും. ഇവള് ബസ്സിൽ യാത്ര ചെയ്തല്ലോ, അപ്പൊ പർദ്ദയൊന്നും കണ്ടില്ല. ഇപ്പൊ പർദ്ദയായി, മാസ്കായി. ഇവള് എന്ത് മുഖം മറിച്ചിട്ടും ഒരു കാര്യമില്ല. ലോകം ഒന്നടങ്കം കണ്ടു. അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചാ വിഷയമായി. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഞാൻ ഇന്ന് തലയിൽ മുണ്ടിട്ട് നടന്ന ഇന്നലെ മുണ്ടേ മിനിഞ്ഞാനും ഇന്നലെയും ഇന്നും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നു. കാരണം എന്നെ ബായി ഉங்க ഊരിലെല്ലാം കേരള ഒരു പൊമ്പള, അത് മുസ്ലിം പൊമ്പള ഇപ്പഴെല്ലാം പண்றாங்க. എന്നെ ബായി ഇതെല്ലാം കൊടുമേ. അങ്ങനെ എന്റെ അടുത്ത് ചോദിക്കുന്നു എന്താ ചെയ്യാ തലി. അപ്പൊ ഞാൻ പറഞ്ഞു, അത് കളപ്പ് ബായി, കളപ്പ് ഉള്ളുമുറുക്ക് മരത്തിലെ ഇറങ്ങി ഏറണോ, ഏറി ഇറങ്ങാൻ ശരിയാകും. என்ன பண்றது? இப்படி ஆச்சு. அது வாழ்க்கையில இப்படி நடக்கணும் ஒன்று இருக்கு, அது நடந்து ஆகணும். அது நடந்தது. என்ன பண்றது பாய்? கேரளாவில் எல்லா பொம்பளைகள் அப்படியெல்லாம் கிடையாது. சில பொம்பளைகள் இப்படி ஒன்றும் பண்ண முடியாது എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു. തടി തപ്പി. ഇപ്പൊ ഇതാണ് അവസ്ഥ. എവിടെ പോയാലും ഇവളാണ്. അന്താരാഷ്ട്ര തലത്തിൽ, അറബി നാട്ടിൽ, അറബി ന്യൂസിൽ, തമിഴ് ന്യൂസിൽ, തമിഴന്മാര്, മലയാളികൾ, കന്നഡക്കാര്, ലോകത്തുള്ള സകലമായ ആളുകളും ഇവളെ പ്രായിട്ടുണ്ട്. ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കിയവളാണ്. എന്തിനാണെങ്കിൽ തക്കതായ ശിക്ഷ, ഞാൻ പറഞ്ഞ പോലെയുള്ള ശിക്ഷയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ശരി, എന്താവട്ടെ, അറസ്റ്റായി ഉള്ളിൽ പോയി കിടന്നല്ലോ, സന്തോഷമുണ്ട്. ഇങ്ങനെ ആരും ദയവ് ചെയ്ത് റീച്ചിന് വേണ്ടി ഈ പണിയൊന്നും ചെയ്യരുത്. എല്ലാവരും നല്ലപോലെ ജീവിക്കുക. സ്ത്രീകൾക്ക് പവിത്രതയുണ്ട്. സ്ത്രീകൾ, ഞാൻ സാധാരണ പറയും പോലെ, അമ്മയും പെങ്ങളും ഭാര്യയും മക്കളും
സ്ത്രീകൾ എന്ന് വെച്ചാൽ പോരാളിയാണ്. ഇത് പോരാളിയല്ല, വേറെ വല്ലതുമാണ്. അപ്പൊ ഇതുപോലെ മറ്റേ നടക്കരുത്. നിങ്ങൾക്ക് റീച്ചിനോട് താല്പര്യമുണ്ടോ? സത്യസന്ധമായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് റീച്ച് വേണോ? കേരളത്തിൽ ഓരോ ദിവസവും 100-ൽ പരം അനീതികൾ നടക്കുന്നുണ്ട്. ആ അനീതികൾക്കെതിരെ നിങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നല്ലപോലെ ശബ്ദമുയർത്തുക. നിങ്ങളൊന്നും ചോദിക്കണ്ട, റീച്ച് താനേ വരും. ചോദിച്ചു പോണ്ട, ഇങ്ങോട്ട് വരും. അതാണ് ചെയ്യേണ്ടത്. ഒരുപാട് അനീതികളുണ്ട്, അതൊക്കെ ചെയ്യുക. അതൊക്കെ അനീതികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുക. അത് സമൂഹം കാണണം. ഇങ്ങനെ തുപ്പുന്നതും തൂറുന്നതും മറ്റേ കുട്ടിക്കലും ഇതൊക്കെ കാണിച്ചിട്ട് ഒരു കുടുംബത്തിനെ കൊലയ്ക്ക് കൊടുത്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇഹലോകം മാത്രം ജീവിച്ച പോരാ ഷിഞ്ചിതേ, പരലോകത്തൊരു ജീവിതമുണ്ട്. ഒരു ചോദ്യോത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നീ സമുദായത്തിനെയും നാറ്റിച്ചു, സമൂഹത്തിനെയും നാറ്റിച്ചു, കേരളത്തെയും നാറ്റിച്ചു, ഇന്ത്യയെയും നാറ്റിച്ചു. ഇതിന് എവിടെ പോയി കുളിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊന്നും ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എല്ലാവരും നല്ലപോലെ ജീവിക്കുക. എന്തിനാണെങ്കിൽ ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ വിഷയത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ നമ്മുടെ കേരളത്തിന്റെ പുണ്യമാക്കപ്പെട്ട നന്മയുള്ള മനസ്സിന്റെ ഉടമകളായ മലയാളികൾ, സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഒറ്റക്കെട്ടായി നിന്നു, ഒറ്റക്കെട്ടായി എതിർത്തു. അതാണ് കേരളം. ഇങ്ങനെ തന്നെ നമ്മുടെ നാട് മുന്നോട്ട് പോട്ടെ. അപ്പോൾ നന്ദി, നമസ്കാരം.